എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വർഷ ഫോൺ വിളിച്ചിട്ട് ശ്രീകാന്ത് എടുത്തില്ല. ശ്രീകാന്ത് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറയാണ്. കാരണം ശ്രീകാന്തിന്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് റെസ്റ്റോറന്റ് ലാൻഡ് ഫോൺ നമ്പറിലേക്കൂടെ വിളിച്ചു നോക്കി. ആ സമയത്ത് ശ്രീകാന്ത് പതുക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്തേ. ഈ സമയത്ത് വർഷയ്ക്ക് ഭയങ്കര ടെൻഷനായി. താൻ വിളിച്ചിട്ട് എന്താ ശ്രീ ഫോൺ എടുക്കാത്തതെന്നൊരു ചിന്ത ഉണ്ടാവുകയാണ്. പിന്നീട് രേവതിനെ കൊണ്ട് ലക്ഷ്മിയമ്മ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം അയലത്തുള്ള ചേച്ചിമാരൊക്കെ ചോദിച്ചു, ആഹാ രേവതി മോളോ, കുറെ ദിവസമല്ല കണ്ടിട്ടെന്ന് പറയണ. ഇത് കേട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു, കുറച്ച് ദിവസം ഇനി അവളിവിടെ ഉണ്ടാവുമെന്ന് പറയാം. അല്ല എന്ത് പറ്റി ബാഗൊക്കെ തൂക്കി? അല്ല ആടിമാസം അല്ലേ ഇത്? ഓ ആ കാര്യം മറന്നുപോയി. ആടിമാസം ആയതുകൊണ്ട് വന്നായിരിക്കുമല്ലേ, എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ ഒരു ഇവിടെ തൊട്ടിൽ കെട്ടേണ്ട വന്നേനാ എന്ന് പറയാണ്. രേവതിനെ കളിയാക്കി പറഞ്ഞാണ്. ഈ സമയം രേവതി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, ഒന്ന് പോയ ചേച്ചി എന്ന് പറയാണ്. അതെ നമുക്ക് പിന്നെ സംസാരിക്കും, ഞങ്ങൾ കടയിലേക്ക് പോയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വരാട്ടോ എന്ന് പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോഴാണ് ഗജാനന്ദന് ഗുണ്ടകൾ ഈ കണ്ടത്. ഇവള് ബായിക്കൊക്കെ തൂക്കി വീട്ടിലേക്കാണല്ലോ വരവോ. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, എടാ ആടിമാസം അല്ലേ, ഓ അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ കാണും, അവൻ വരത്തില്ലായിരിക്കും സച്ചി, ആടിയമ്മ പെണ്ണ് തനിച്ചല്ലേ വീട്ടിൽ വന്നിരിക്കുന്നത്, ഇത് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഗജാനന്ദനോട് പറയണമെന്ന് പറഞ്ഞ് അവന്മാർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം അവിടെ ശരത്തിരിക്കുന്നുണ്ടായിരുന്നു. ശരത്തിനെ കണ്ടതും ദേവ ചോദിച്ചു, എടാ നീ പഠിക്കുന്നൊക്കെ ഉണ്ടോ, അതോ എപ്പോഴും ഇങ്ങനെ ഫോൺ നോക്കി ഇരിക്കുകയാണെന്ന് ചോദിക്കും. ദേവ് പെട്ടെന്ന് പറഞ്ഞു, ഇപ്പൊ തന്നെ ചേച്ചി കണ്ടില്ലേ, എപ്പം നോക്കിയാലും ഫോൺ നോക്കിയിരിക്കാനേ സമയമുള്ളൂ, ദേ ഇപ്പോഴും അങ്ങനെ തന്നെയെന്ന് പറയാണ്. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, എടാ ശരത്തെ നിന്നോട് തള്ളിരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ടല്ല പോയത്, എൻ്റെ അമ്മേ ഇത്ര സമയം പഠിക്കുമായിരുന്നു, ഇപ്പൊ ഞാൻ പിന്നെ കുറച്ച് അസൈൻമെന്റും പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ നോക്കുമായിരുന്നു ഫോണിനകത്ത്. ദേവ് പറഞ്ഞു, അതെ അവൻ എപ്പോ നോക്കിയാലും ഇത് മാത്രം നോക്കാനുള്ളെന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, എടാ മോനെ നീ ഒരു കാര്യം ചെയ്യ, കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വാ, ആ കടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ വിളിച്ചു. ശരിയെന്ന് പറഞ്ഞ് ശരത്ത് അങ്ങോട്ട് പോവാണ്. ഈ സമയം ദേവുവിനോട് പറഞ്ഞു, നീ പോയി ചായ എടുക്കാൻ പറയണം. ദേവുവിനെ പറഞ്ഞു വിടാൻ നോക്കിയപ്പം ദേവ് പറഞ്ഞു, എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, മനസ്സിലായി ഞങ്ങളെ രണ്ടുപേരും നൈസായിട്ട് ഒഴിവാക്കിയതല്ലേന്ന് ചോദിക്കും. ദേവ് അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയം അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിട്ട് രേവതി പ്രാർത്ഥിക്കുകയാണ്. തിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കാരണം താൻ സച്ചിയാണ് ഒരുമിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അച്ഛൻ്റെ അടിയിലേക്ക് വരുന്നത്. പിന്നീട് ലക്ഷ്മിയമ്മയുടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയുടെ മടിയിലേക്ക് പോയി രേവതി കിടന്നു. ലക്ഷ്മിയമ്മ പറഞ്ഞു, എനിക്ക് സന്തോഷമായി, വൈകിയാണെങ്കിൽ നിങ്ങൾ ഒന്നായല്ലോ, ഇനി അധികം വൈകാതെ തന്നെ നിനക്കൊരു കുഞ്ഞു പറക്കണമെന്ന് പറയാം. ഇത് കേട്ടതിന് രേവതി എന്ന് ചിരിച്ചു. എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടമ്മേ, മുമ്പത്തെ പോലെ ഒന്നും അല്ല സച്ചിയുടെ പെരുമാറ്റം, എന്നെ ഇപ്പൊ ഭയങ്കര കാര്യമെന്ന് പറയണം. എനിക്കതറിയാം, കാരണം ഞാനിക്ക് ആപ്പായ ടെൻഷനായിരുന്നു മോളെ കുറിച്ച് ഓർത്തിട്ട്. ഇനിയിപ്പോ രണ്ട് വഴിക്കാകുമോ, കാരണം സച്ചിയുടെ പെരുമാറ്റം അങ്ങനെ ആയിരുന്നല്ലോ, ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ അടുക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമില്ല. ഇടക്കാലം കൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ നടന്നത്, അതോർത്തിട്ട് എനിക്ക് ടെൻഷനായിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം സമാധാനമായി, നിന്റെ കാര്യത്തിൽ എനിക്കിനിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. പക്ഷെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, അതെന്താമേ, അല്ലെ കൃത്യം ആടിമാസം തന്നെ ആയി പോയല്ലോ അത്, അല്ലെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത് ഇവിടെ തൊട്ടിൽ കെട്ടായിരുന്നല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേവതി ചിരിക്കുകയാണ്. അപ്പോഴാണ് ദേവു അങ്ങോട്ട് വന്നേ. ദേവുവിനെ കണ്ടതും ലക്ഷ്മി പെട്ടെന്ന് നിർത്തി. അല്ല എന്താ സംസാരിച്ചോണ്ടെന്ന കാര്യം നിർത്തിയത്, തൊട്ടിലിടുന്ന കാര്യം, അത് നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയണ. എനിക്ക് മനസ്സിലായമ്മേ, കുഞ്ഞുണ്ടാകുന്ന കാര്യമില്ലേ പറഞ്ഞോണ്ടിരുന്നേ. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, കേട്ടില്ല അവളുടെ ചെറുവായിലുള്ള വലിയ വർത്താനം. രേവതി പറഞ്ഞു, അമ്മ അവള് കുഞ്ഞൊന്നുമല്ല, അവള് വലിയ പെൺകുട്ടിയായി എന്ന് പറയണം. ഈ സമയം ദേവ് പറഞ്ഞതേ, ചേച്ചിക്ക് വിഷമമുണ്ടോ സച്ചേട്ടനെ കാണാതിരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അതെന്താ, അല്ല അങ്ങനെയുണ്ടെ പറഞ്ഞാൽ മതി, ഞാൻ പോയി സച്ചേട്ടനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാന്ന് പറയണം. ദേ ഒരടി എങ്ങ് വെച്ചാന്നുണ്ടല്ലോ പെണ്ണേന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ദേഷ്യപ്പെടുവാണ്. ഈ സമയം രേവതി പറഞ്ഞു, ബാ ദേവു നമുക്ക് ചായ എടുക്കാന്ന് പറഞ്ഞ് ദേവുവിനെ കൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാം. അങ്ങനെ അടുക്കളയിൽ പോയി ചായ എടുക്കുന്ന സമയത്ത് ദേവു ചോദിച്ചു, അല്ല പുതുപ്പെണ്ണ് അടുക്കള വല്ല കയറി സഹായിക്കോ, ചേച്ചിയോട് സഹായിക്കാൻ കയറുമെന്ന് ചോദിക്കാം. എവിടെന്ന്? അല്ല അപ്പൊ ആ അടുക്കളയിൽ നിന്ന് ഫുഡൊന്നും ഉണ്ടാക്കാൻ കയറില്ലേ? എവിടുന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട്? ഒന്നും ഉണ്ടാക്കാൻ വരത്തൊന്നുമില്ല എന്ന് പറയാം. അല്ല പിന്നെ അപ്പൊ ചേച്ചിയാണോ അവർക്കെല്ലാം വെച്ച് വിളമ്പുന്നതെന്ന് ചോദിക്കും. അതെ, പിന്നെ രാവിലെയൊക്കെ ഞാൻ പൂരിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, അതൊന്നും ശ്രുതി കഴിക്കാറില്ലെന്ന് പറയണം. അതെന്താ കഴിക്കാത്തെ? എന്താന്ന് ചോദിച്ചാൽ എണ്ണയാണോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കഴിക്കും. ഓഹോ അവള് വലിയ കൊച്ചു തമ്പ്രാട്ടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും കഴിക്കാത്തതെന്ന് പറയാം. രേവതി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാം. എന്റെ ചേച്ചി ഇങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കാതിരുന്നിട്ടല്ലേ, ഇന്നിന്റെ വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അവൾ ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, അതെ നീ അവളെ ആ വീട്ടിൽ നിന്ന് തുരത്തുന്ന കാര്യമാണോ പറയണേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രേവതി മോൾ അവളെ എങ്ങനെയൊന്ന് പിടിച്ചു നിന്നോട്ടെ, നീ അതിന്റെ ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കണ്ട കേട്ടോ. പറഞ്ഞ കേട്ടല്ലോ. ഓ ഞാനായിട്ട് ഇനിയിപ്പോ ഒന്നും പറയുന്നില്ലേ, ഞാൻ എന്ത് പറയാനെന്നും ചോദിച്ചോണ്ട് ദേവ് അങ്ങോട്ട് പോവാ. ഈ സമയം രേവതി ചായ എടുത്ത് അമ്മയ്ക്കും കൊടുക്കുകയാണ്. അപ്പൊ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ നീ ധൈര്യമായിട്ടിരുന്നു, എന്താണെങ്കിലും സച്ചിയുടെ മനസ്സ് മാറിയിട്ടുണ്ട്, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി.
സച്ചി പറയുന്ന അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ അവിടെ മുന്നോട്ട് പോയാൽ മതി. പിന്നെ നിന്നെ ആരൊക്കെ എതിർത്താലും നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാം. അത് കേട്ടതും രേവതിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവോ ശ്രീകാന്തൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വർഷം വിളിച്ചിട്ട് ഫോണും എടുത്തിട്ടില്ല. വേണ്ടായിരുന്നു, അവളുമായിട്ട് സംസാരിക്കാനോ കൂട്ടുകൂടാനൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. ഒരു പക്ഷെ ആ മധുസൂദന്റെ മോളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ താന് അവളുമായിട്ട് മിണ്ടാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ലായിരുന്നു മനസ്സിലിങ്ങനെ കരുതുകയാണ്. ഈ സമയത്താണ് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പും മുളകും എല്ലാം കൂടി ഒഴിഞ്ഞിടുവാണ്. ഇതെന്താ മീ കാണിക്കുന്നത്? എൻ്റെ മോളെ, ഇത് ദൃഷ്ടിദോഷം കിട്ടാതിരിക്കാൻ വേണ്ടി. ദൃഷ്ടിദോഷം? അതേനെ, ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, രേവതിയുടെ അമ്മയും അനീത്തയൊക്കെ. അവർ വന്ന് മോളെ കണ്ണു വെച്ച് കാണായിരിക്കും. അപ്പൊ മോൾക്ക് അതിന്റെ ദോഷം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറാനായിട്ട് എങ്ങനെ ഒഴിഞ്ഞിടുന്നതെന്ന് പറയാം. അമ്മേ, എന്നാലും അവർ വന്ന് പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് ഇഷ്ടമില്ല അമ്മ. അവർ വന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയണം ആ രേവതിയുടെ അമ്മ. എന്റെ മോളെ അന്ന് കാര്യമാക്കണ്ട കേട്ടോ. ഇനി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചുട്ട മറുപടി ഞാൻ കൊടുത്താരേ. വിളിച്ചു കേട്ടില്ല മോളെ അങ്ങോട്ട് ചെല്ലാനായിട്ട്. എന്റെ മോളെ ഇടിഞ്ഞു പൊടിഞ്ഞു വീടാറായി ഒരു വാടക വീടാ, അതിനകത്താ താമസിക്കുന്നത്. അവര് 3 പേരും തന്നെ കഷ്ടിച്ച് താമസിക്കുന്നത്. എന്നിട്ട് മോളോട് അവിടെ പോയി കിടക്കാനായിട്ട് ഒന്നിനും ഒരു കൊള്ളത്തില്ല, ദാരിദ്ര്യവാസികളാ. എന്നിട്ട് കണ്ടില്ല, അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോന്ന് നോക്കി. അതെ, പിന്നെ ഒരു കാര്യം, ഞാനിപ്പോ അവരെ ഞങ്ങള് പറഞ്ഞു വിട്ട എന്തിനാണ് രേവതിനെ മാറ്റിയത്? അത് എന്റെ മോൾക്ക് വേണ്ടിട്ടാന്ന് പറയണം. എനിക്ക് വേണ്ടിട്ടോ? അതല്ല മോളെ, ഈ കുടുംബത്തിലേക്ക് നിന്റെ സുധീരം കുഞ്ഞു വരണമെന്നാ എനിക്ക് ആഗ്രഹം. ആദ്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞു വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അതുകൊണ്ടാ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും രേവതിയുടെ സച്ചിയുടെ കുഞ്ഞായിരിക്കും ആദ്യം പറക്കാൻ പോകുന്നത്. അതൊരു കാരണവശാലും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേന്ന് പറയാ. എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? അങ്ങനെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാണ്. പിന്നീട് ശ്രുതി അങ്ങോട്ട് കയറിപ്പോവാ. ചന്ദ്രമതിക്ക് സന്തോഷമായി. താൻ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന വർഷ വീണ്ടും വിളിക്കുവാണ് ശ്രീകാന്ത് കോൾ എടുത്തില്ല. വർഷ നേരെ എന്ത് ചെയ്യുവാണ്, റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ്. വർഷ വരുന്ന കണ്ടത് ശ്രീകാന്ത് നേരെ തന്റെ ഫ്രണ്ടിനോട് പോയി പറഞ്ഞു, എടാ അവള് വരുന്നുണ്ട്. ആര്? എടാ വർഷ വരുന്നുണ്ട്. അതിന് എടാ ഞാൻ ഇവിടെ ഇല്ലെന്ന് ഒന്ന് പറയണമെന്ന് പറയാം. എടാ നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? എടാ എങ്ങനെയല്ലോ രക്ഷിക്കാൻ പറയണം. അങ്ങനെ വർഷം അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേനും ശ്രീകാന്ത് അവിടെ നിന്ന് മാറുവാണ്. വർഷ വന്നിട്ട് നേരെ ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്കുന്നു. പക്ഷെ ശ്രീകാന്ത് കൂട്ടുകാരൻ ചോദിച്ചു, എന്താ വേണ്ടേ? കഴിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിക്കാം. ഞാൻ കഴിക്കാൻ വന്നല്ല, പിന്നോ എനിക്ക് ശ്രീകാന്തിനെ ഒന്ന് കാണണമെന്ന് പറയും. അയ്യോ ശ്രീകാന്ത് ഇല്ലല്ലോ, ശ്രീകാന്ത് പോയല്ലോ എന്ന് പറയണം. പോയോ? അതെ, അത് നേരത്തെ വീട്ടിൽ പോയെന്ന് പറയണം. എന്തോ അർജന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും വർഷം എന്ത് ചെയ്യുന്ന അവിടെ നിന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന്റെ ഫോണാണെങ്കിൽ ആ റിസപ്ഷൻ ആ ടേബിളിലാണ് നിന്ന്. മുമ്പ് വർഷം വിളിച്ച സമയത്ത് അങ്ങോട്ട് വന്ന സമയത്ത് അവിടെ ആ ടേബിൾ വെച്ചിട്ട് പോയതാ. അവിടെ നിന്ന് എടുക്കാൻ മറന്നു പോയതാ. അവിടെ നിന്ന് ഫോൺ ബെല്ലടിച്ചു. പക്ഷെ പെട്ടെന്ന് അത് എടുത്ത് നോക്കിയപ്പോൾ ശ്രീകാന്തിന്റെ ഫോൺ. ഇത് അവന്റെ ഫോണാണല്ലോ. ഇതെന്താ ഫോൺ ഇല്ലാതെയാണ് പോയതാ? അയ്യോ അതും മറന്നു പോയതാന്ന് തോന്നേ. നിങ്ങൾ അന്നേരം ഞാൻ കൊടുത്തോളാന്ന് പറയണേ. വേണ്ട ഇത് എന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ തന്നെ കൊടുത്തോളാന്ന് പറഞ്ഞ് ഞാൻ ഫോണുമായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് റിസപ്ഷനിൽ ഇരിക്കുന്ന മാനേജർ, എടാ പോയി ആ ഫോൺ വാങ്ങടാന്ന് പറയണം. അവൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷം എന്ത് ചെയ്യുക, ആ ഫോണും കൊണ്ട് നേരെ വിട്ടു പോവാണ് സ്കൂട്ടി എടുത്തോണ്ട്. ശ്രീകാന്തിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അവള് ഫോണും കൊണ്ട് പോയിരിക്കുന്നത് തന്റെ വീട്ടിലെങ്ങാനും കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ വള്ളിയാവും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭഗവാനെ നോർത്ത് ആകെപ്പാടെ ടെൻഷനായി. അങ്ങനെ വൈകുന്നേരം സച്ചി വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം രേവതിയെന്നും വിളിച്ചോണ്ടാണ് അങ്ങോട്ട് വരുന്നത്. രേവതിയെന്ന് വിളിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് രവീന്ദ്രൻ ചാടി എഴുന്നിട്ട്, എന്താ കാര്യം? അല്ല രേവതി എന്തെന്ന് ചോദിക്കണം. എടാ അവളുടെ വീട്ടിൽ പോയില്ലേ? ഓ ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയച്ചാ. ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞിട്ട് അവളിവിടെ കാണുവോളെന്ന് പറയാം. നീ ഫുഡൊന്നും കഴിക്കുന്നില്ലേ? എനിക്ക് എന്തോ വിശക്കുന്നില്ലേ, പോയി കഴിക്കടാ, അവിടെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ സച്ചി പോയി എടുത്ത് നോക്കിയപ്പോൾ ഉപ്പുമാവ്. സച്ചിക്ക് അവിടെ ദേഷ്യം വന്നു. സച്ചി എന്ത് ചെയ്യണം, ഉപ്പുമാവ് അങ്ങ് തുറന്നു നോക്കിയിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുവാണ്. നിനക്കെന്താ ഫുഡ് വേണ്ടേ? എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അച്ചാന്ന് പറയണം. ഈ സമയത്താണ് സുധിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അവരെ കുറിച്ച് വെള്ളം എടുക്കാനായിട്ട് വന്നാ. ചന്ദ്രമതിയും കൂടെ അങ്ങോട്ട് വന്നു. അല്ലച്ചാ ഇവള് പോകുന്നില്ലേന്ന് ചോദിക്കുക. ആര്? അല്ല ആടിമാസത്തിൽ പിരിഞ്ഞിരിക്കണമെന്നല്ല പറഞ്ഞു, എന്നിട്ടെന്താ ഇവള് പോകത്തേന്ന് ചോദിക്കുക. ഇത് കേട്ടാ സുധി പറഞ്ഞു, അവള് പോണില്ല എന്ന് പറയാം. അതെന്താ അവള് പോകുന്നില്ലാത്ത? ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയാം. അതെങ്ങനെ ശരിയാവും അമ്മേ? ഇവൾക്കും ആടിമാസത്തിന് വീട്ടിൽ പോണ്ടേ? ഇവള് മാത്രം ഇവിടെ അങ്ങനെ കഴിയേണ്ട കാര്യമില്ല. എന്റെ ഭാര്യനെ അവളുടെ വീട്ടിൽ കൊണ്ടേ വിട്ടിട്ട് ഇവൾ ഇവിടെ നിൽക്കുന്നു സുധീരൂടെ. ഇത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് സച്ചിയും കൂടി ചാടി എഴുന്നേക്കുക. ഇത് കണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചന്ദ്രമൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണിച്ചേട്ടോ. ഇത് മാത്രമല്ല എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ ഞാൻ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.